ഹലോ, വെൽക്കം ടു FG ട്രേഡർ. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ എല്ലാവരും ബാങ്ക് നിഫ്റ്റി എക്സ്പയറിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. പക്ഷേ ഇന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഫിൻ നിഫ്റ്റിയിലാണ് ഞാൻ കണ്ടത്. ഫിൻ നിഫ്റ്റിയും നിഫ്റ്റിയിലാണ് ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു രീതിയിൽ മോർണിംഗ് തന്നെ ഒരു ബുൾ ട്രെൻഡ് വന്നു. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു നമ്മുടെ ഇവിടെ നിന്ന് അപ്പിലേക്ക് വന്നു. വീണ്ടും ഈ ഒരു റേഞ്ചിൽ CPR റേഞ്ചിൽ വന്നു. അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് ഒരു അപ്പ് ട്രെൻഡ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ മൂവ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളൂ. എന്നാലും കൂടെ അത് നല്ലൊരു എൻട്രി തന്നെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഡീക്ക് ആവുന്നില്ല. എക്സ്പീരിയൻസ് ഉള്ള പോലെ നമുക്ക് വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. അപ്പോൾ നിഫ്റ്റി ആണെങ്കിലും കൂടെ സെയിം തന്നെയാണ്, സിറ്റുവേഷൻ തന്നെയാണ്. ഏകദേശം ഈ റേഞ്ചിൽ മോർണിംഗ് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇറങ്ങേണ്ടി വരുമായിരിക്കും ഈ ഒരു ഇതിൽ. രണ്ടാമത്തേതാണെങ്കിൽ ഈ നല്ലൊരു രീതിയിൽ ടാർഗറ്റ് അടച്ച് ഇറങ്ങാൻ പറ്റും. മൂന്നാമത്തേതാണെങ്കിലും വേണമെങ്കിൽ ചിലപ്പോൾ എൻട്രി പോയിന്റ് തന്നെ ഇറങ്ങുന്നവർ ഇറങ്ങാം, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റുന്നവർക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് വരെ ഈ ഒരു CPR വരെ നമുക്ക് എടുത്ത് ഇറങ്ങാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വ്യൂവിൽ എനിക്കിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനുള്ള ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റി സംഭവം എന്താണെന്ന് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തന്നെ ഗ്യാപ്പ് ഡൗണിൽ വന്നു. അതിനുശേഷം ചെറിയൊരു ഡൗണിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് റിട്ടേഴ്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷ് വന്ന് ഈ ഒരു ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതോടൊന്ന് വീണ്ടും റെസിസ്റ്റൻസ് കാണിച്ചു, മൂവിങ് ആവറേജിൽ തട്ടി സപ്പോർട്ട് എടുത്ത് പിന്നെയും പോകുന്നുണ്ട്. പിന്നെയും ഇവിടെ തന്നെ കളിച്ച് നിന്നു. അപ്പോൾ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ആവുകയാണ് ചെയ്തത്. ചാർട്ട് പാറ്റേൺ ആണ് ഉണ്ടാവുക ചെയ്തത്. അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും മേലോട്ട് പോയി അത് നമ്മുടെ CPR ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, 2 ലെവലും ബ്രേക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്ത് CPRലേക്ക് വരുമ്പോഴാണ് എനിക്കൊരു എൻട്രി കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഒരു എൻട്രി എടുത്ത്, അത് നല്ലൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ഹൈയിൽ ഞാൻ നിൽക്കും എന്ന് വിചാരിച്ചിട്ടല്ല എടുത്തത്. പക്ഷേ അവിടെ നിന്ന് കുറേ നേരം കളിച്ചു, കുറേ നേരം എൻട്രി ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു റേഞ്ചിൽ വന്ന് അവിടെ നിന്ന് രണ്ടാമത്തെ ഒരു ക്യാൻഡിൽ, ഈ ഒരു ചെറിയ ക്യാൻഡിൽ വന്നപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻട്രി ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനിലായിരുന്നു. അതിനുശേഷം വീണ്ടും ഡൗണിലേക്ക് വന്ന് CPR ഒന്ന് സപ്പോർട്ട് എടുത്ത് പോയി ഈ ഇന്നത്തെ ഹൈറ്റ് തന്നെ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഡൗണിലേക്ക് വരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ കൺഫ്യൂഷനുള്ള ദിവസമായിരുന്നു. ട്രേഡുകളൊക്കെ എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളൊരു കറക്റ്റായിട്ട് നമുക്ക് എൻട്രി എവിടെ എടുക്കുക എന്നുള്ളൊരു കറക്റ്റ് എൻട്രി സ്പോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നം ആയിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രോഫിറ്റ് തന്നെ എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അതാണ് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ സംഭവം സിമ്പിളായിട്ട് നമുക്ക് എടുത്ത് ഇറങ്ങാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് എവിടെ എടുക്കും, നമുക്കിപ്പോൾ ഈ ഒരു റേഞ്ച് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ആവുമെന്ന് വിചാരിച്ചു. ഈ ഒരു റേഞ്ചിൽ വന്നപ്പോൾ റെസിസ്റ്റൻസ് വന്ന് ഡൗണിലേക്ക് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അതിനുശേഷം ഈ ഒരു മൂവിങ് ആവറേജിൽ നിന്നെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് താഴോട്ട് വരുമെന്ന് വിചാരിച്ച് വന്നില്ല. അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ നല്ല രീതിയിൽ ഡൗണിലേക്ക് വരും വിചാരിച്ചു, പക്ഷേ അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെയാണ് ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നെ അതേപോലെ തന്നെ കയറുകയും ചെയ്തു. അപ്പോൾ പിന്നെ വലിയ കാര്യമില്ല, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറി. അതിനുശേഷം ഇവിടെ പിന്നെയും കുറേ നേരം എടുത്തു. നമുക്കൊരു കറക്റ്റ് ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ നിന്ന് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്, ഇതൊരു റേഞ്ചാണ്. അപ്പോൾ ടാർഗറ്റും നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. ചെറിയ പ്രോഫിറ്റ്, അതായത് ചെറിയ ടാർഗറ്റും വലിയ സ്റ്റോപ്പ് ലോസും എന്നുള്ള രീതിയിൽ ഒരു ടൈമിലാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് വന്നു. അതിനുശേഷം ഇവിടെ നിന്നാണ് പിന്നെ ചെറിയ സ്റ്റോപ്പ് ലോസും വെച്ച് ഇവിടെ നിന്നാണ് എനിക്ക് പിന്നെ ഒരു എൻട്രി കിട്ടിയത്. പക്ഷേ അതെന്ത് ചെയ്തു, ഇവിടെ നിന്ന് പിന്നെയും ഒരു ഫ്ലാഗിൻ്റെ ഒരു ടൈപ്പ് പാറ്റേൺ വന്നു. അതിനുശേഷം ബ്രേക്കൗട്ട് കിട്ടുന്ന പോലെ പോയി, എന്നിട്ട് പിന്നെ അത് നമ്മളെ ഫുള്ളാക്കിയിട്ട് പിന്നെ ഡൗണിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒറ്റ ട്രെൻഡിൽ എനിക്ക് എവിടെയും എൻട്രി ഓപ്പർച്യൂണിറ്റി എനിക്ക് നേരവണ്ണം ഉണ്ടായിരുന്നില്ല. ചെറിയ ടാർഗറ്റ് വയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എൻട്രി ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ഇവിടെ നിന്ന് CPR മാത്രം ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു എൻട്രി എടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ളതിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെനിക്ക് തോന്നിയില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനുണ്ടായത്. അപ്പോൾ നല്ലൊരു രീതിയിൽ ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടായിട്ടും എനിക്ക് ഇന്ന് ചെറിയൊരു ഭാഗമാകാനേ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ ഒരു ട്രെൻഡും ഉണ്ടായിരുന്നില്ല, സൈഡ് വേസ് ആയിരുന്നു. പക്ഷേ അതിലെനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ അങ്ങനെയാണ്, നമുക്ക് മൊത്തം ഓരോ ദിവസങ്ങൾ കൺഫ്യൂഷൻ ആകും, ഓരോ ദിവസങ്ങളിൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്ന് ഇല്ലെങ്കിൽ നമുക്ക് നാളെയോ അല്ലെങ്കിൽ എപ്പോഴായാലും നമുക്ക് ട്രേഡ് വൃത്തിയായിട്ട് എടുത്ത് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും നാളെ നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാം.